ലിനക്സിലെ ബേസിക്സ് ഓഫ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് ആഡ് യൂസർ സു, യൂസർമോഡ്, യൂസർഡെൽ, ഇഡ്, ഡു, ഡിഎഫ്. ഇതിനായി ഉപയോഗിക്കുന്നത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മുന്നുപാധിയായി ജനറൽ പർപ്പസ് യൂട്ടിലിറ്റീസ് ഇൻ ലിനക്സ് എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിൽ കൂടി പോകുക. അത് ഈ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കാണിച്ചിരിക്കുന്ന കമാൻഡുകൾ പൂർത്തിയാക്കാൻ ഒരുവന് അഡ്മിൻ ഉപയോഗിക്കുവാൻ കഴിയണം. നമുക്കാദ്യം പുതിയ ഉപഭോക്താവിനെ എങ്ങനെ സൃഷ്ടിക്കാം എന്ന് പഠിക്കാം. authenticationന്റെ കൂടെ add user എന്ന കമാൻഡ് പുതിയ ഉപഭോക്താവിനെ സൃഷ്ടിക്കുന്നു. ഏതൊരു ഉപഭോക്താവിന്റെയും അക്കൗണ്ട് സുഡോ എന്ന കമാൻഡിന്റെ സഹായത്തോടെ കൂട്ടിച്ചേർക്കാം. സുഡോ കമാൻഡിനെ കുറിച്ച് ചെറിയൊരു വിശദീകരണം തരാം. സുഡോ കമാൻഡ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂസറിനെ ഒരു സൂപ്പർ യൂസർ പോലെ കമാൻഡ് പൂർത്തിയാക്കാൻ അനുവദിക്കുന്നു. സുഡോ കമാൻഡിന് ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട്. ട്യൂട്ടോറിയൽ പുരോഗമിക്കുമ്പോൾ നമ്മൾ ഓരോ ഓപ്ഷനുകളും പഠിക്കും. നമുക്കിപ്പോൾ എങ്ങനെ ന്യൂ യൂസർ സൃഷ്ടിക്കാം എന്ന് പഠിക്കാം. ഞാൻ നേരത്തെ ടെർമിനൽ തുറന്നിട്ടുണ്ട്. സുഡോ സ്പേസ് ആഡ് യൂസർ എന്ന കമാൻഡ് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. ഉടൻ തന്നെ പാസ്വേർഡ് ചോദിക്കും. അഡ്മിൻ എന്ന പാസ്വേർഡ് ഇവിടെ കൊടുത്തിട്ട് എന്റർ അമർത്തുക. ടൈപ്പ് ചെയ്ത പാസ്വേർഡ് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് ടൈപ്പ് ചെയ്യുക. ഒരിക്കൽ ചെയ്താൽ add user: only one or two names allowed എന്ന് മെസ്സേജ് കാണിക്കും. ഡക്ക് എന്ന് പേരുള്ള ഒരു പുതിയ യൂസർ അക്കൗണ്ട് സൃഷ്ടിക്കാം. കമാൻഡ് ടൈപ്പ് ചെയ്യുക. സുഡോ സ്പേസ് ആഡ് യൂസർ സ്പേസ് ഡക്ക് എന്നിട്ട് എന്റർ അമർത്തുക. ഡക്ക് എന്ന പുതിയ യൂസർ നമ്മൾ സൃഷ്ടിച്ചു. പുതിയൊരു ഉപഭോക്താവിനെ ഉണ്ടാക്കുമ്പോൾ പുതിയൊരു ഹോം ഡയറക്ടറി കൂടി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഉടൻ തന്നെ പുതിയ ഉപഭോക്താവ് ഡക്കിനുള്ള പുതിയ പാസ്വേർഡ് ചോദിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേർഡ് കൊടുക്കുക. ഞാൻ ഡക്ക് തന്നെ പാസ്വേർഡ് ആയി കൊടുക്കുന്നു. ഒന്നുകൂടി പുതിയ പാസ്വേർഡ് ടൈപ്പ് ചെയ്യുക. സുരക്ഷയ്ക്കും ഉറപ്പിനും വേണ്ടിയാണ് 2 തവണ പാസ്വേർഡ് ചോദിക്കുന്നത്. പുതിയ ഉപഭോക്താവിന് വേണ്ടിയുള്ള നമ്മുടെ പാസ്വേർഡ് ഇപ്പോൾ പുതുക്കി കഴിഞ്ഞു. നമ്മളോട് മറ്റ് വിശദാംശങ്ങളും ചോദിക്കും. ഞാൻ ഫുൾ നെയിം ആയി ഡക്ക് മാത്രം കൊടുത്തിട്ട് ബാക്കി ശൂന്യമാക്കി എന്റർ അമർത്തുന്നു. എന്റർ Y അമർത്തി ഞാനിത് ഉറപ്പുവരുത്തുന്നു. ഇത് എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് ഉറപ്പാക്കുന്നതിനാണ്. പുതിയ അക്കൗണ്ട് സൃഷ്ടിക്കപ്പെട്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇതിനായി കമാൻഡ് പ്രോംപ്റ്റിൽ ടൈപ്പ് ചെയ്യുക എൽഎസ് സ്പേസ് /home എന്നിട്ട് എന്റർ അമർത്തുക. ഹോം ഡയറക്ടറിയിലുള്ള ഉപഭോക്താക്കളുടെ ലിസ്റ്റ് കാണാൻ എൽഎസ് കമാൻഡ് ഉപയോഗിക്കുന്നു. ഇതാണ് നമ്മൾ പുതുതായി സൃഷ്ടിച്ച ഉപഭോക്താവിന്റെ പേര് ഡക്ക്. ഞാൻ സ്ലൈഡുകളിലേക്ക് തിരിച്ചു പോകുന്നു. സു ആണ് അടുത്ത കമാൻഡ്. സു എന്നാൽ സ്വിച്ച് യൂസർ എന്നാണ്. ഈ കമാൻഡ് ഇപ്പോഴുള്ള ഉപഭോക്താവിൽ നിന്നും മറ്റൊരു ഉപഭോക്താവിലേക്ക് മാറാൻ സഹായിക്കുന്നു. നമുക്കിപ്പോൾ ടെർമിനലിലേക്ക് തിരികെ പോകാം. കമാൻഡ് ടൈപ്പ് ചെയ്യുക. ടെർമിനലിൽ സു സ്പേസ് സ്പേസ് ഡക്ക് എന്ന് കൊടുത്തിട്ട് എന്റർ അമർത്തുക. ഉടൻ തന്നെ നിങ്ങളോട് പാസ്വേർഡ് ചോദിക്കും. ഞാൻ ഡക്ക് ഉപഭോക്താവിന്റെ പാസ്വേർഡ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ഓർക്കുക, അത് ഡക്ക് തന്നെയാണ്. ശ്രദ്ധിക്കുക, ടെർമിനൽ മുൻപുള്ള ഉപഭോക്താവിൽ നിന്നും പുതിയ ഉപഭോക്താവിലേക്ക് മാറിയിരിക്കുന്നു. ഇവിടെ ഡക്കിലേക്ക്.
ഈ ഉപഭോക്താവിനെ ലോഗൌട്ട് ചെയ്യാൻ ടൈപ്പ് ചെയ്യുക ലോഗൌട്ട് എന്നിട്ട് Enter. ഇപ്പോൾ ടെർമിനൽ ഡക്ക് എന്ന ഇപ്പോഴത്തെ ഉപഭോക്താവിൽ നിന്നും പുറത്ത് വന്ന് തിരികെ പഴയ ഉപഭോക്താവിലേക്ക് പോകുന്നു അതായത് Vinayയിലേക്ക്. നമുക്കിപ്പോൾ യൂസർമോഡ് കമാൻഡിനെ പറ്റി പഠിക്കാം. യൂസർമോഡ് കമാൻഡ് സൂപ്പർ യൂസർ അല്ലെങ്കിൽ റൂട്ട് യൂസറിനെ മറ്റ് യൂസർ അക്കൌണ്ടിന്റെ സെറ്റിങ്ങുകൾ മാറ്റാൻ സഹായിക്കുന്നു. അതായത് പാസ്വേർഡിനെ മാറ്റി പാസ്വേർഡ് ഇല്ലാത്ത രീതിയിലാക്കുന്നു. യൂസർ അക്കൌണ്ട് പ്രവർത്തനരഹിതമാകുന്ന തീയതി കാണിക്കുന്നു. ഈ കമാൻഡ് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഇനി ടെർമിനലിലേക്ക് പോകാം. ഡക്ക് എന്ന യൂസർ അക്കൌണ്ടിന്റെ കാലാവധി തീരുന്ന തീയതി സെറ്റ് ചെയ്യുന്നതെങ്ങനെയെന്ന് കാണിച്ചു തരാം. കമാൻഡ് പ്രോംപ്റ്റിൽ ടൈപ്പ് ചെയ്യുക സുഡോ സ്പേസ് യൂസർമോഡ് സ്പേസ് -e സ്പേസ് 2012 -12 -27 സ്പേസ് ഡക്ക്. എന്നിട്ട് Enter അമർത്തുക. യൂസർ അക്കൌണ്ടിന്റെ കാലാവധി -e ഓപ്ഷൻ ഉപയോഗിച്ച് കമാൻഡിൽ കാണിച്ചിരിക്കുന്നത് പോലെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഡക്ക് യൂസർ അക്കൌണ്ടിന്റെ കാലാവധി നിങ്ങളിപ്പോൾ സെറ്റ് ചെയ്തു കഴിഞ്ഞു. നമുക്കിപ്പോൾ യുയിഡ് കൂടാതെ ഗിഡ് കമാൻഡുകൾ നോക്കാം. എല്ലാ യൂസേഴ്സിന്റെയും ഗ്രൂപ്പുകളുടെയും ഐഡന്റിറ്റീസ് നോക്കാൻ ഇഡ് കമാൻഡ് ഉപയോഗിക്കുന്നു. ഒരു ഉപഭോക്താവിന്റെ ഐഡന്റിറ്റി അറിയുന്നതിന് ഇഡ് സ്പേസ് -u ഉപയോഗിക്കുന്നു. ഒരു സംഘം ഉപഭോക്താക്കളുടെ ഐഡന്റിറ്റി അറിയുന്നതിന് ഇഡ് സ്പേസ് -g ഉപയോഗിക്കുന്നു. നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. ടെർമിനലിൽ ടൈപ്പ് ചെയ്യുക ഇഡ് എന്നിട്ട് Enter അമർത്തുക. സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന യൂസർ IDകളും ഗ്രൂപ്പ് IDകളും നമുക്കിപ്പോൾ കാണാം. യൂസർ ഇഡ് മാത്രം കിട്ടാൻ നമ്മൾ -u ഓപ്ഷൻ ഉപയോഗിക്കുന്നു. നമുക്കിപ്പോൾ ടൈപ്പ് ചെയ്യാം ഇഡ് സ്പേസ് -u എന്നിട്ട് Enter അമർത്തുക. നമുക്കിപ്പോൾ യൂസർ ഇഡ് മാത്രം കാണാം. പക്ഷേ യൂസറിന്റെ പേര് അറിയുന്നതിന് എന്ത് ചെയ്യണം? അതറിയാൻ ടെർമിനലിൽ ടൈപ്പ് ചെയ്യുക ഇഡ് സ്പേസ് -n സ്പേസ് -u ടൈപ്പ് ചെയ്തിട്ട് Enter അമർത്തുക. നമുക്കിപ്പോൾ ഉപഭോക്താക്കളുടെ IDക്ക് പകരം പേരുകൾ കാണാം. ഗ്രൂപ്പ് IDകൾക്കുള്ള കമാൻഡുകൾ നമുക്കിപ്പോൾ പഠിക്കാം. നമുക്ക് ടൈപ്പ് ചെയ്യാം ഇഡ് സ്പേസ് -g. ഇവിടെ നമുക്ക് ഗ്രൂപ്പ് IDകൾ കാണാം. ഇപ്പോഴുള്ള എല്ലാ ഉപഭോക്താക്കളുടെയും ഗ്രൂപ്പ് IDകൾ കാണാൻ ടൈപ്പ് ചെയ്യുക ഇഡ് സ്പേസ് G എന്നിട്ട് Enter അമർത്തുക. ശ്രദ്ധിക്കുക ഞാൻ വലിയ G ആണ് ടൈപ്പ് ചെയ്തത്. നിങ്ങൾക്കതിന്റെ ഫലം കാണാം. ഇപ്പോൾ ഒരു യൂസർ അക്കൌണ്ട് ഡിലീറ്റ് ചെയ്യുന്നതെങ്ങനെയെന്ന് പഠിക്കാം. ഇതിനായി നമ്മൾ യൂസർഡെൽ കമാൻഡ് ഉപയോഗിക്കുന്നു. യൂസർഡെൽ കമാൻഡ് ഉപയോഗിച്ച് സ്ഥിരമായിട്ട് ഒരു യൂസർ അക്കൌണ്ട് നീക്കം ചെയ്യാം. നമുക്കിത് ടെർമിനലിൽ നോക്കാം. ടൈപ്പ് ചെയ്യുക സുഡോ സ്പേസ് യൂസർഡെൽ സ്പേസ് -r സ്പേസ് ഡക്ക്. ഞാൻ ഉപയോഗിച്ചത് -r ഓപ്ഷൻ ആണ്. ഹോം ഡയറക്ടറിയിൽ നിന്നും ഉപഭോക്താവിനെ നീക്കം ചെയ്യുന്നതിനാണിത്. Enter അമർത്തിയിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുക. ഇപ്പോൾ ഡക്ക് ഉപഭോക്താവ് നീക്കം ചെയ്യപ്പെട്ടു. ഇത് ടൈപ്പ് ചെയ്ത് പരീക്ഷിക്കുക എൽഎസ് സ്പേസ് /home എന്നിട്ട് Enter അമർത്തുക. ഡക്ക് എന്ന യൂസർ അക്കൌണ്ട് നീങ്ങിയത് നമുക്ക് കാണാം. സ്ലൈഡുകളിലേക്ക് തിരിച്ചു പോകുക. ലിനക്സ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷനിലുള്ള ചില ഉപയോഗപ്രദമായ കമാൻഡുകളാണ് dfഉം duഉം. ഡിസ്കിലുള്ള അവശേഷിക്കുന്ന സ്ഥലത്തിന്റെ റിപ്പോർട്ട് df കമാൻഡ് നൽകുന്നു. ഒരു
ഫയൽ ഉൾക്കൊള്ളുന്ന ഡിസ്കിലെ സ്പേസിന്റെ റിപ്പോർട്ട് ഡു കമാൻഡ് നൽകുന്നു. ഒരു അസൈൻമെന്റായി ഈ രണ്ട് കമാൻഡുകളും പരീക്ഷിച്ച് ഫലം നോക്കുക. ടെർമിനലിലേക്ക് തിരിച്ചു പോയി ഡിഎഫ് കമാൻഡിന്റെ ഉപയോഗപ്രദമായ ഓപ്ഷനുകൾ കാണിച്ചു തരാം. ഡിഎഫ് സ്പേസ് -h എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. ഇത് ഫയൽ സിസ്റ്റത്തിന്റെ സൈസും അത് ഉൾക്കൊള്ളുന്ന സ്പേസും കാണിക്കുന്നു. ഇത് ആളുകൾക്ക് വായിക്കത്തക്ക രീതിയിൽ ഉപയോഗിച്ച സ്ഥലം കാണിക്കുന്നു. ഡു കമാൻഡിന്റെ ചില ഓപ്ഷനുകൾ നമുക്ക് നോക്കാം. നിങ്ങളുടെ ഹോം ഫോൾഡറിൽ ചില ടെക്സ്റ്റ് ഫയലുകൾ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ. ഇല്ലെങ്കിൽ ജനറൽ പർപ്പസ് യൂട്ടിലിറ്റീസ് ഇൻ ലിനക്സ് എന്ന ട്യൂട്ടോറിയൽ കാണുക. ഈ കമാൻഡുകൾ ചെയ്യുന്നതിന് ഞാൻ നേരത്തെ തന്നെ ചില ടെക്സ്റ്റ് ഫയലുകൾ ഹോം ഡയറക്ടറിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ടൈപ്പ് ചെയ്ത് ടെർമിനലിലെ ഹോം ഫോൾഡറിലേക്ക് പോകുക. സിഡി സ്പേസ് /home എന്നിട്ട് എന്റർ അമർത്തുക. ടൈപ്പ് ചെയ്യുക ഡു സ്പേസ് -s സ്പേസ് *txt എന്റർ. ഡയറക്ടറിയിലുള്ള ടെക്സ്റ്റ് ഫയലിന്റെ സൈസ് ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് ഈ കമാൻഡ് നൽകുന്നു. അസൈൻമെന്റായി കമാൻഡ് പ്രോംപ്റ്റിൽ ടൈപ്പ് ചെയ്യുക ഡു സ്പേസ് -ch സ്പേസ് *txt എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുക. ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് പുതിയൊരു യൂസറിനെ സൃഷ്ടിക്കുവാനുള്ള അഡ് യൂസർ കമാൻഡ്, ഒരു യൂസറിൽ നിന്ന് മറ്റൊരു യൂസറിലേക്ക് മാറാനുള്ള സു കമാൻഡ്, യൂസർ അക്കൌണ്ട് സെറ്റിങ്ങുകൾ മാറ്റാനുള്ള യൂസർമോഡ് കമാൻഡ്, യൂസർ അക്കൌണ്ട് നീക്കാനുള്ള യൂസർഡെൽ കമാൻഡ്, യൂസർ IDയുടെയും ഗ്രൂപ്പ് IDകളുടെയും വിവരങ്ങൾ നൽകുന്ന ഇഡ് കമാൻഡ്, ഫയൽ സിസ്റ്റത്തിന്റെ സൈസും ലഭ്യതയും നോക്കാനുള്ള ഡിഎഫ് കമാൻഡ്, ഒരു ഫയൽ ഉപയോഗിച്ചിട്ടുള്ള സ്ഥലം നോക്കാനുള്ള ഡു കമാൻഡ്. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽസ് ഉപയോഗിച്ച് ഞങ്ങൾ വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ പരീക്ഷ പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റെസ് നൽകുന്നു. കൂടുതൽ വിശദാംശങ്ങൾക്കായി ബന്ധപ്പെടുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഐസിടി മെഹർദ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ, IIT ബോംബേ. നന്ദി.